ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. പ്രേക്ഷകർ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ട് പ്രൊമോകൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലൂടെ റിലീസായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ലാലേട്ടൻ വന്നിട്ട് കുറച്ചധികം മേക്കപ്പ് സാധനങ്ങൾ ടേബിളിൽ നിരത്തിക്കൊണ്ട് പറയുകയാണ്, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഫൗണ്ടേഷൻ, ബ്ലഷ് എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരിലാണല്ലോ അകത്തെ പൊല്ലാപ്പ് മുഴുവൻ. ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് കരുതിയാണ് അവർക്ക് ഇതെല്ലാം വാങ്ങിയത്. എന്നിട്ടിപ്പോൾ എന്തായി? ബിഗ് ബോസ് സമ്മതിക്കണ്ടേ? എല്ലാം അവർ കളിച്ചു തന്നെ നേടണം അത്രേ. തീർച്ചയായും ബിഗ് ബോസ് പറയുന്നത് ശരിയാണ്, എല്ലാം അവർ കളിച്ചു തന്നെ നേടണം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിക്കോട്ടെ, ആവശ്യം എന്നതിലുപരി അത്യാവശ്യത്തിനുള്ള വസ്ത്രം പോലും അവർക്കില്ല. മേക്കപ്പ് സാധനങ്ങൾ ഒരുപക്ഷെ അവർ കളിച്ച് നേടട്ടെ എന്ന് തന്നെ പറയാം. പക്ഷേ അവർക്ക് ഡ്രസ്സ് അത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അവർക്ക് കുറച്ചധികം ഡ്രസ്സെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. എന്തൊക്കെയായിരുന്നു പോയ ദിനങ്ങളിൽ? ഒരാൾക്കെതിരെ മറ്റൊരാളുടെ CID അന്വേഷണം, പിന്നെ ആ CIDയെ തന്നെ കള്ളിയാക്കുന്നു, റാങ്കിങ് ടാസ്ക് പൊളിയുന്നു, മിഡ് വീക്ക് സസ്പെൻഷനിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. എല്ലാം ഇന്ന് ചോദിക്കണം. തല്ലും തലോടലും വേണ്ടിവരും. പിന്നെ ഒരു കാര്യം, വൈൽഡ് കാർഡ് എൻട്രി റോബോ ഡോഗിന് ഒരു പേരിടുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രൊമോ അവസാനിക്കുകയാണ്. തീർച്ചയായും അനുമോളും ജിസയിലും തമ്മിലുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കണം എന്നുള്ളത് ഓരോ പ്രേക്ഷകരുടെയും ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമാണ്. അത് തീർച്ചയായും ലാലേട്ടൻ ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ ജിസയിലും അനുമോളും തമ്മിലുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളതാണ്. ജിസയിലിനും അനുമോൾക്കും മുന്നറിയിപ്പുമായി ലാലേട്ടൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടില്ല എന്നുള്ളത് എപ്പിസോഡ് കണ്ട ഓരോ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. ഒരുപക്ഷെ ലൈവിൽ അനുമോള് ജിസയിലിനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന് ജിസയിൽ പറയുന്നത് ലൈവിൽ വ്യക്തമായി നമുക്ക് കാണുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എപ്പിസോഡിൽ വ്യക്തമായി കാണുന്നുണ്ട് അനുമോള് ജിസയിലിനെ ഒന്നും ചെയ്തിട്ടില്ല. കൈ ഒന്ന് ചൂണ്ടുന്നുണ്ട്, ജിസയിലിനെതിരെ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ജിസയിൽ ആ ഒരു കൈ തട്ടി മാറ്റി, അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ജിസയിൽ പറയുന്നത് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും പക്ഷേ അനുമോളുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രൊമോയിൽ അനുമോളോട് ലാലേട്ടൻ എന്തോ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോള് പറയുകയാണ്, ചപ്പാത്തി കട്ടെടുത്തു പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുകയാണ്, അടിക്കാൻ കൈപോക്കി, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ അനുമോള് അടിക്കാൻ കൈ പൊക്കിയിട്ടില്ല. അതാണ് അവിടുത്തെ വാസ്തവം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. അടുത്തത് ലാലേട്ടൻ പറയുന്നത്, ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കതിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട്. അതിനുശേഷം ജിസയിൽ ശരിക്കിനി ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലേ, ഷുവറാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടുന്നുണ്ട്. ജിസയിലിന് തന്നെ അറിയാം ഇവിടെ ഇത്രയധികം ക്യാമറകളുണ്ട്, പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ കള്ളം പറഞ്ഞുകൊണ്ട് വീണ്ടും ലാലേട്ടനും മുൻപിൽ പോലും ഈ കള്ളം പറഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ലാലേട്ടൻ അവിടെയുള്ള ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം എടുത്ത് വീട്ടുകാരോട് മുഴുവൻ കാണിച്ചു കൊടുത്താൽ ജിസയിലിൻ്റെ എല്ലാ കള്ളക്കളിയും അവിടെ പൊളിയും. ഇപ്പോൾ ജിസയിലിനെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനു. അപ്പോൾ അനുമോൾക്കെതിരെ അനുമോളെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി ജിസയിലിനുണ്ട്. അതിൻ്റെ പേരിലാണ് ജിസയിൽ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തും എന്ന് പറഞ്ഞത്. പക്ഷേ ആ സ്പോട്ടിൽ തന്നെ ജിസയിൽ അത് പറയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ പറയുന്നത്. തീർച്ചയായും ബിഗ് ബോസിൻ്റെ ഒരുപാട് തവണയുള്ള വാർണിംഗ് പോലും ലംഘിച്ച്, റൂൾസ് പോലും ബ്രേക്ക് ചെയ്ത്, മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് ബിഗ് ബോസിനെ വരെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് എന്തിനാണ് അവിടെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ജിസയിൽ നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. ബിഗ് ബോസ് ഹിന്ദി കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഹിന്ദി ബിഗ് ബോസൊക്കെ കണ്ടിട്ട് വന്ന ജിസയിലിന് തീർച്ചയായും കുറച്ചധികം കാര്യങ്ങൾ അറിയുമായിരിക്കും. പക്ഷേ ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിനെയൊന്നും ലംഘിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനോട് നമുക്ക് ഒരിക്കലും യോജിച്ച് പോകാൻ സാധിക്കുകയില്ല. അടുത്തത് ജിസയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നത്, ഞാൻ വന്ന് പറഞ്ഞു നിങ്ങൾ തിരിച്ചു കൊടുക്കണം,
ആ സാധനങ്ങൾ എല്ലാം എന്നുള്ളത്. 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 4 പ്രാവശ്യം. എന്താ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്ഷൻ എഗെയിൻസ്റ്റ് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ബിഗ് ബോസ് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രൊമോയിൽ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശക്തമായി ഇനി അടുത്ത ഒരു അവസാന ലാസ്റ്റ് വാർണിങ്ങോ ഒന്നും ആയിരിക്കില്ല. ഏതെങ്കിലും കാർഡ് കൊടുക്കലായിരിക്കും ജിസേലിനെതിരെ. അനുമോൾക്കെതിരെയും കാർഡ് കൊടുക്കൽ തന്നെ ആയിരിക്കും. യെല്ലോ കാർഡോ മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നതും ഇപ്പോൾ അനുമോളുടെ ആ ഒരു പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അനുമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ജിസേലിനെതിരെ ഇത്രയും പ്രൊവോക്ഡായി ഇമോഷണലി വളരെയധികം വീക്കായി തൻ്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലെത്തി ജിസേലിനെതിരെ കൈ ചൂണ്ടാൻ പോയിരിക്കുന്നത്. അപ്പോൾ അതിനോട് നമുക്ക് ഒരിക്കലും യോജിച്ച് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ ജിസേൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിനോടും അക്സെപ്റ്റബിൾ അല്ല. സോ എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുമായി നമ്മളിവിടെ തന്നെ ഉണ്ടാകും.